ഒരു മണിക്കൂർ പഠിച്ചാൽ അടുത്ത അരമണിക്കൂർ മൊബൈൽ തരും. അരമണിക്കൂർ കഴിഞ്ഞ് മൊബൈൽ തിരിച്ചു തന്നില്ലെങ്കിൽ നാളെ മൊബൈൽ ഉണ്ടാകില്ല. ഇത് ബഹളം വെക്കാതെ, അടിക്കാതെ, ചീത്ത വിളിക്കാതെ, സ്വഭാവ ദൃഢതയോടെ നടപ്പിലാക്കണം. ഏതൊരു കുട്ടി എടുത്താലും കുട്ടി പറയുന്നത് എൻ്റെ കൂട്ടുകാർക്ക് മൊബൈലുണ്ട്, വണ്ടിയുണ്ട്, എനിക്ക് സ്വാതന്ത്ര്യമില്ല, സിനിമയ്ക്ക് പോകാൻ സ്വാതന്ത്ര്യമില്ല. അമ്മയുടെ അസാന്നിധ്യത്തിൽ അച്ഛൻ അമ്മയുടെ കുറ്റം കുട്ടിയോട് പറയും, അച്ഛൻ്റെ അസാന്നിധ്യത്തിൽ അച്ഛൻ്റെ കുറ്റം അമ്മ പറയും. ഇവർ രണ്ടുപേരും വിചാരിക്കുന്ന ഇതെല്ലാം കേട്ട് കുട്ടി തൻ്റെ ഒപ്പം ചേരും. അങ്ങനെയല്ല സംഭവിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കൗമാരത്തിലേക്ക് കാലൂന്നുന്ന കുട്ടിയോട് വീട്ടിലൊരു പ്രധാന തീരുമാനം എടുക്കുമ്പോൾ അതിൻ്റെ അഭിപ്രായമൊക്കെ ചോദിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നത്. ഈ ഒരു കുട്ടിയുടെ സ്വഭാവമായിട്ട് കൂട്ടുകെട്ടിന് എന്തെങ്കിലും ബന്ധം ഉണ്ടാവുമോ? കുട്ടി ഇടപെടുന്ന എല്ലാ വ്യക്തികൾക്കും കുട്ടിയെ സ്വാധീനിക്കാൻ പറ്റും. ഇന്നത്തെ തലമുറയിൽ there are no good and bad things in life. There are only healthy and unhealthy choices in life. കടയിൽ കയറി ഒരു വലിയ വിലയുള്ള ഷൂസ് വേണമെന്ന് കുട്ടി വേണം. അച്ഛൻ പറഞ്ഞ് എൻ്റെ പൈസ ഇല്ല. ഉടനെ ഹൃദയം നിറയെ സ്നേഹവും പോക്കറ്റ് നിറയെ പൈസയുള്ള മുത്തച്ഛൻ പറയുകയാണ്, എൻ്റെ കുഞ്ഞിനെ ഞാൻ വാങ്ങിക്കൊടുക്കാവില്ല. അപ്പോൾ കുട്ടിക്കൊരു സന്ദേശം കിട്ടുകയാണ്, ഈ അച്ഛനെന്ന് പറയുന്ന ആളിനെ മൈൻഡ് ചെയ്യണ്ട, മുത്തച്ഛനെ സോപ്പിട്ട് തന്നാൽ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നടക്കില്ല. ഒരു വലിയ ദുരന്തത്തെയാണ് ക്ഷണിച്ചു വരുന്നത്. കുട്ടികൾക്കുണ്ടാകുന്ന ഈ ഒരു അക്രമവാസന അതെന്തുകൊണ്ടായിരിക്കും? ചില മാധ്യമങ്ങളുടെ സ്വാധീനമുണ്ട്. ഇപ്പം ഒരുപക്ഷെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഓൺലൈൻ ഗെയിമുകളുടെ സ്വാധീനം. ഫ്രീഡം, സ്വാതന്ത്ര്യം. ഇപ്പോൾ ഉദാഹരണം ഏതൊരു കുട്ടി എടുത്താലും കുട്ടി പറയുന്നത് എനിക്ക് സ്വാതന്ത്ര്യമില്ല, മൊബൈൽ മേടിച്ച് കൊടുത്തില്ലെങ്കിൽ എനിക്കതിൻ്റെ സ്വാതന്ത്ര്യമില്ല, എൻ്റെ കൂട്ടുകാർക്ക് മൊബൈലുണ്ട്, വണ്ടിയുണ്ട്, എനിക്ക് സ്വാതന്ത്ര്യമില്ല, സിനിമയ്ക്ക് പോകാൻ സ്വാതന്ത്ര്യമില്ല. ഈ സ്വാതന്ത്ര്യം എന്ന് ഈ ഒരു വിഷയം വരുമ്പോൾ അതിനൊരു ലിമിറ്റ് ഇല്ല. അത് മാതാപിതാക്കൾക്കുള്ളിൽ അല്ലെങ്കിൽ മാതാപിതാക്കൾ കുട്ടികളോട് ഇങ്ങനെ പെരുമാറുമ്പോൾ ഇത്ര ലിമിറ്റ് വേണം, സ്വാതന്ത്ര്യത്തിന് ഇന്ന ലിമിറ്റ് വേണം, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ ഉണ്ടോ? അങ്ങനെ ഒരു ചോദ്യം അവിടെ ആവശ്യമുണ്ടോ? ഒരു സമൂഹത്തിൽ നിങ്ങളുടെ സ്വാതന്ത്ര്യം നിങ്ങളുടെ മുൻപിലിരിക്കുന്ന ആളിൻ്റെ മൂക്കിൻ തുമ്പ് വരെയാണെന്ന് പറയാറുണ്ട്. തീർച്ചയായിട്ടും അനിയന്ത്രിതമായ സ്വാതന്ത്ര്യം നിങ്ങൾക്കില്ല. കാരണം സോഷ്യൽ ഇൻ്റലിജൻസ് എന്നൊരു സംഗതിയുണ്ട്. കാരണം ഒരു മനുഷ്യന് പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങാനുള്ള ബുദ്ധിയേക്കാൾ പ്രധാനം ഒരു പക്ഷേ ഈ സമൂഹത്തിൽ എന്താണ് എൻ്റെ ദൗത്യം. ഞാനൊരു കാര്യം ചിന്തിക്കുമ്പോൾ എൻ്റെ സഹജീവികളുടെ താല്പര്യം കൂടെ സംരക്ഷിക്കേണ്ടത് എങ്ങനെയാണ്. എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യമാണ് എനിക്ക് ചെയ്യേണ്ടി വരുന്നതെങ്കിൽ പോലും സമൂഹത്തിന് അതുകൊണ്ട് ഗുണമുണ്ടോ, അതുവഴി ഭാവിയിൽ എനിക്ക് ഗുണമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത്തരം ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കാനുള്ള ഒരു അവബോധമുണ്ടാകും. അതാണ് ഒരു പക്ഷേ ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ലിമിറ്റ് എന്ന് പറയുന്നൊരു സംഗതി. അപ്പോൾ ഫ്രീഡം വിത്ത് റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വ ബോധത്തോടെയുള്ള സ്വാതന്ത്ര്യം, ഈ ഒരു ആശയവും നമ്മളൊരു 10 വയസ്സിന് മുൻപ് കുട്ടികളെ ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഒറ്റയ്ക്ക് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ജീവിതകാലം മൊത്തം മുന്നോട്ട് പോകാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അവിടെ ബാക്കിയുള്ളവരുടെ സഹകരണം ആവശ്യമായിട്ടുണ്ട്. ആ സഹകരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്താണ്? ഇപ്പോൾ നമുക്ക് സൗഹൃദങ്ങൾ ഉണ്ടാകണമെങ്കിൽ ഏറ്റവും പ്രധാന ഘടകം എന്താണ്? ഈ സുഹൃത്തെന്ന് പറയുന്ന മനുഷ്യന് നമ്മളെ കാണുമ്പോൾ ഒരു സെൻസ് ഓഫ് വെൽബീയിങ് തോന്നണം, അല്ലേ? കാണുമ്പോൾ എന്തോ ഒരു പോസിറ്റിവിറ്റി തോന്നണം. അല്ലാതെ നമ്മളെ കാണുമ്പോൾ തന്നെ ഇങ്ങനെ നമ്മുടെ സുഹൃത്ത് തലയിൽ കൈവച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതൊരു നല്ല സൗഹൃദമല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഇമോഷണൽ ഇൻ്റലിജൻസ്, വൈകാരിക ബുദ്ധി, നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനും അനുയോജ്യമായ വികാരങ്ങളെ അനുയോജ്യമായ അളവിൽ അനുയോജ്യമായ സമയത്ത് പ്രയോഗിക്കാനുള്ളൊരു കഴിവ്. സോഷ്യൽ ഇൻ്റലിജൻസ്, നേരത്തെ സൂചിപ്പിച്ച സമൂഹത്തിൻ്റെ നമ്മുടെ റോൾ എന്താണ്. 4 എക്കോളജിക്കൽ ഇൻ്റലിജൻസ് എന്നൊരു സാധനം കൂടെ ഉണ്ട്. കാരണം ഈ ഭൂമിയെ സംരക്ഷിക്കും, ആഗോള താപനവും മാലിന്യ സംസ്കരണത്തിലെ വൈകല്യങ്ങളുമൊക്കെ ലോകത്തെ കൊന്നുകൊണ്ടിരിക്കുന്നു, മനുഷ്യനെ കൊന്നുകൊണ്ടിരിക്കുന്നു. ഈ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ 3 തരം അവബോധം. അപ്പോൾ നമ്മൾ കുട്ടികളെ വളർത്തുമ്പോൾ കുട്ടി പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങുക എന്നുള്ളതിനേക്കാൾ പ്രധാനമായിട്ട് വൈകാരിക ബുദ്ധിയും സാമൂഹിക ബുദ്ധിയും പാരിസ്ഥിതിക ബുദ്ധിയും ഉത്തരവാദിത്വമായിട്ട് അവർ ഏറ്റെടുക്കാനായിട്ട് കഴിയണം. പിന്നെ നേരത്തെ സൂചിപ്പിച്ച പല കാര്യങ്ങളും, മൊബൈൽ പൂർണ്ണമായി ഒഴിവാക്കാൻ നമ്മൾ പറയുന്നതേ ഇല്ല. പക്ഷേ അതിൻ്റെ സമയം, നമ്മൾ ഓരോ പ്രായത്തിൽ എത്ര സമയം വേണമെന്ന് പറയും. ആ സമയം നമുക്ക് നല്ലൊരു കാര്യവുമായിട്ട് ഇതിനെ ക്ലബ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കും. ഉദാഹരണത്തിന് 1 മണിക്കൂർ പഠിച്ചാൽ അരമണിക്കൂർ മൊബൈൽ തരും. ആ രീതിയിൽ നമുക്കതിനെ ക്രമീകരിക്കാം. അപ്പോൾ പലപ്പോഴും മാതാപിതാക്കൾ പറയുന്നൊരു പരാതി, ഇത് കയ്യിൽ കൊടുത്താൽ തിരിച്ചു വാങ്ങാൻ പറ്റില്ല. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു കാര്യം ചെയ്യും. 1 മണിക്കൂർ മൊബൈൽ പഠിച്ചാൽ അടുത്ത അരമണിക്കൂർ മൊബൈൽ തരും. അരമണിക്കൂർ കഴിഞ്ഞ് മൊബൈൽ തിരിച്ചു തന്നില്ലെങ്കിൽ നാളെ മൊബൈൽ ഉണ്ടാകില്ല. ഇത് ബഹളം വെക്കാതെ, അടിക്കാതെ, ചീത്ത വിളിക്കാതെ മാതാപിതാക്കൾ ഒരുമിച്ച് നിന്ന് ഏകാഭിപ്രായത്തോടെ അസർട്ടീവായി സ്വഭാവ ദൃഢതയോടെ നടപ്പിലാക്കാൻ പറ്റും.
അങ്ങനെ പറ്റിക്കഴിഞ്ഞാൽ കുട്ടിക്ക് മനസ്സിലാവും. കുട്ടി ബഹളം വെക്കും, കരയും, നിലവിളിക്കും, ഒച്ച വെക്കും. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ആരും മൈൻഡ് ചെയ്തില്ലെങ്കിൽ കുട്ടിക്ക് മനസ്സിലാവും ഈ ഊർജ്ജം ഇങ്ങനെ വെറുതെ കളഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവൻ്റെ സ്ട്രാറ്റജി മാറ്റി പിടിക്കും. അപ്പോൾ ഈ രീതിയിൽ വേണം. അപ്പോൾ ഇവിടെ പേരൻറ്റിങ്ങിൽ ഏറ്റവും പ്രധാനം ഏക അഭിപ്രായം ഉണ്ടാകണം എല്ലാ ആളുകൾക്കും, കുടുംബത്തിലുള്ള മുതിർന്നവർക്കെല്ലാം കുട്ടിയെ എങ്ങനെ വളർത്തണമെന്നുള്ളതിനെ പറ്റി. ഇതിലൊരു ഡബിൾ ബൈൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നൊരു സംഗതിയുണ്ട് പേരൻറ്റിങ്ങിൽ. ഡബിൾ ബൈൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് വ്യക്തികൾ, അച്ഛനും അമ്മയും ഉദാഹരണത്തിന്, ഈ കുട്ടിയുടെ ഒരു പ്രധാന വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായം പുലർത്തുന്നു. ഇപ്പോൾ കുട്ടിയുടെ അടുത്ത് നീ പോയി കളിക്കണമെന്ന് അച്ഛൻ പറയുന്നു. അച്ഛൻ ഒരു പക്ഷേ കമ്പ്യൂട്ടറിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, ശല്യം സഹിക്കാനാവാതെ പറയുന്നതായിരിക്കും. കുട്ടി പോയി കളിച്ചിട്ട് വരുമ്പോൾ അമ്മ വടിയായിട്ട് നിൽക്കും, ആര് പറഞ്ഞതാ പോകാൻ. കുട്ടിയുടെ മനസ്സിൽ ആശയക്കുഴപ്പം വരും, ഇതെന്താണ് ഇവരിങ്ങനെ, ഒരാൾ പോകാൻ പറയുന്നു, മറ്റേ ആൾ പോകണ്ടാന്ന് പറയും. കടയിൽ കയറി ഒരു വലിയ വിലയുള്ള ഷൂസ് വേണമെന്ന് പറയും, കുട്ടി ബഹളം വെക്കും. അച്ഛൻ പറഞ്ഞു എൻ്റെ പൈസ ഇല്ല. ഉടനെ ഹൃദയം നിറയെ സ്നേഹവും പോക്കറ്റ് നിറയെ പൈസയുള്ള മുത്തച്ഛൻ പറയുകയാണ്, എൻ്റെ കുഞ്ഞിനെ ഞാൻ വാങ്ങിക്കൊടുക്കാവില്ല. അപ്പോൾ കുട്ടിക്കൊരു സന്ദേശം കിട്ടുകയാണ്, ഈ അച്ഛനെന്ന് പറയുന്ന ആളിനെ മൈൻഡ് ചെയ്യണ്ട, മുത്തച്ഛനെ സോപ്പിട്ട് തന്നാൽ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നടപ്പിലാവും. ഒരു വലിയ ദുരന്തത്തെയാണ് ക്ഷണിച്ചു വരുന്നത്. കാരണം നാളെ ഒരു കാലത്ത് ഈ മുത്തച്ഛൻ കിടപ്പിലാകുമ്പോൾ കുട്ടി കൗമാരപ്രായത്തിലേക്ക് എത്തും. കുട്ടിയുടെ പുറത്ത് ആർക്കും നിയന്ത്രണമില്ല. ഇനി അച്ഛനും അമ്മയും വ്യത്യസ്ത അഭിപ്രായം കുട്ടിയുടെ മുൻപിൽ വെച്ച് പറയുന്നു, വഴക്കിടുന്നു. അമ്മയുടെ അസാന്നിധ്യത്തിൽ അച്ഛൻ അമ്മയുടെ കുറ്റം കുട്ടിയോട് പറയുന്നു, അച്ഛൻ്റെ അസാന്നിധ്യത്തിൽ അച്ഛൻ്റെ കുറ്റം അമ്മ പറയുന്നു. ഇവർ രണ്ടുപേരും വിചാരിക്കുന്ന ഇതെല്ലാം കേട്ട് കുട്ടി തൻ്റെ ഒപ്പം ചേരുന്നതാണ്. അങ്ങനെയല്ല സംഭവിക്കുന്നത്. കുട്ടിക്കൊടുവിൽ രണ്ടുപേരോടും ബഹുമാനമില്ലാതെയായി വരികയാണ്. അങ്ങനെ വരുമ്പോഴാണ് ഒരു ഘട്ടം വരുമ്പോൾ കുട്ടി എതിർത്ത് പറയാൻ തുടങ്ങും. ഒരു തരത്തിലും നിങ്ങൾക്ക് ആ കുട്ടിയുടെ പുറത്തൊരു നിയന്ത്രണവും ഇല്ലാതെയാകും. ഇതെൻ്റെ വീടാണെന്നുള്ളൊരു ബോധ്യം തന്നെ കുട്ടിക്കില്ലാതെ വരും. അങ്ങനെ വരുമ്പോഴാണ് വലിയ പ്രശ്നങ്ങൾ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ കൗമാരത്തിലേക്ക് കാലൂന്നുന്ന കുട്ടിയോട് വീട്ടിലൊരു പ്രധാന തീരുമാനം എടുക്കുമ്പോൾ അവൻ്റെ അഭിപ്രായം കൂടെ ചോദിക്കുന്നത് നല്ലതാണെന്ന് പറയും. ഞാൻ കാറ് വാങ്ങാൻ പോകുന്നു, ഏത് കാറ് വാങ്ങണം? കുട്ടി പറയും BMW വേണമെന്ന് പറയും. അപ്പോൾ ഉടനെ അവനെ പരിഹസിക്കുന്നതിന് പകരം നമുക്ക് പ്രായോഗികമായിട്ട് ഇതിനെ നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ട്, നീ പറഞ്ഞ ഈ കാറിൻ്റെ വില ഇത്ര ലക്ഷമാണ്, അങ്ങനെ വരുമ്പോൾ മാസം ഇത്ര രൂപ EMI അടയ്ക്കേണ്ടി വരും, അച്ഛൻ്റെ അമ്മയുടെയും മാസ വരുമാനം ഇത്രയാണ്, അപ്പോൾ അതിൻ്റെ ഒരു 80% ഇതിൽ പോകും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ജീവിതത്തിൽ കുറച്ച് മാറ്റം വരും. നീ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അൺലിമിറ്റഡ് വൈഫൈ കട്ട് ചെയ്യേണ്ടി വരും. അയ്യോ വേണ്ടേ എന്ന് പറഞ്ഞ് കുട്ടി തന്നെ നിലവിളിക്കും. ഇങ്ങനെയാണ്. അപ്പോൾ അതുമൂലം ഉണ്ടാകുന്ന അസൗകര്യങ്ങൾ അവനെ ബോധ്യപ്പെടുത്താൻ അവൻ തന്നെ അവസരം നിങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കും, ഞാനുള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും. ഇതാണ് ദ ആർട്ട് ഓഫ് നെഗോഷിയേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒച്ച വെച്ച് അടിച്ചമർത്തുന്നതിന് പകരം ചർച്ചയിലൂടെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാണിച്ചു, എന്നാൽ അവൻ്റെ അഭിപ്രായം കൂടെ ചോദിച്ചു. അപ്പം ഇങ്ങനൊരു കാര്യം ചെയ്യുമ്പോൾ കുട്ടിയുടെ മനസ്സിൽ എൻ്റെ അഭിപ്രായത്തിലുള്ള വിലയുണ്ട്. ഒരു കാർ വാങ്ങാൻ എന്നോട് ചോദിച്ചു, ദിസ് ഇസ് മൈ ഹോം, ഇതെൻ്റെ വീടാണ്. ആ ഒരു ഫീലിംഗ് ഓഫ് വൺനെസ് തോന്നും. അത് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടിയെ ആ കുടുംബത്തിൽ നിന്ന് അടർത്തിയെടുക്കാൻ ആര് വിചാരിച്ചാലും പറ്റില്ല. ഈ ഒരു ഫീലിംഗ് ഇല്ലാതെ വരുമ്പോഴാണ് ബാഹ്യസ്വാധീനങ്ങൾ കൂടുന്നു, അത് ലഹരി ഉപയോഗത്തിലേക്കോ സാമ്പത്തിക ദുരുപയോഗത്തിലേക്കോ ഒക്കെ പോകുന്നു. അച്ഛനോടോ അമ്മയോടോ ബഹുമാനവുമില്ല, സ്നേഹവുമില്ല. അങ്ങനെ വരുമ്പോൾ പിന്നെ പെട്ടെന്നൊരു ദേഷ്യം വരുമ്പോൾ അവരെ ആക്രമിക്കാൻ പോലും മടിയില്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ. ഇപ്പം നമ്മൾ നേരത്തെ സൗഹൃദത്തെക്കുറിച്ച് പറഞ്ഞു. എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു പ്രവൃത്തി ഒരു കുട്ടി ചെയ്യുവാണെങ്കിൽ സമൂഹത്തിൽ നിന്ന് പറയുന്ന ഒരു ചോദ്യം, ഉയർന്നു വരുന്നൊരു ചോദ്യം, അവൻ്റെ കൂട്ടുകെട്ടാണ് ഇതിലേക്ക് നയിച്ചത്, അല്ലെങ്കിൽ അവൻ വഷളാവാൻ കാരണം അവൻ്റെ കൂട്ടുകെട്ടാണ് എന്ന് പറയുന്നുണ്ട്. അതിന് ഈ ഒരു കുട്ടിയുടെ സ്വഭാവമായിട്ട് കൂട്ടുകെട്ടിന് എന്തെങ്കിലും ബന്ധം ഉണ്ടാവുമോ? കുട്ടി ഇടപെടുന്ന എല്ലാ വ്യക്തികൾക്കും കുട്ടിയെ സ്വാധീനിക്കാൻ പറ്റും. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു സൗഹൃദത്തിലേക്ക് കുട്ടി പോകുമ്പോൾ നേരത്തെ പറഞ്ഞ ക്വാളിറ്റി ടൈം, ഒരു സംസാരം കുട്ടിയുമായിട്ടുണ്ട് എങ്കിൽ ആരൊക്കെയാണ് കുട്ടിയുടെ സുഹൃത്തുക്കൾ നമുക്കറിയാൻ പറ്റും. ആ സുഹൃത്തുക്കൾ എന്ത് തരം സ്വാധീനമാണ് കുട്ടിയുടെ പുറത്ത് ചെലുത്തുന്നതെന്ന് അറിയാൻ പറ്റും. അതിൽ അനാരോഗ്യകരമായ സ്വാധീനങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇടപെടാനും പറ്റും. പൊതുവെ പറയാറുണ്ട്, ഇന്നത്തെ തലമുറയിൽ ദർ ആർ നോ ഗുഡ് ആൻഡ് ബാഡ് തിങ്സ് ഇൻ ലൈഫ്, ദർ ആർ ഓൺലി ഹെൽത്തി ആൻഡ് അൺഹെൽത്തി ചോയ്സസ് ഇൻ ലൈഫ്. തെറ്റ് ശരി എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സാംസ്കാരിക ചിന്താഗതികൾ മാറുന്നു, സമൂഹത്തിൻ്റെ ധാർമ്മിക മൂല്യങ്ങളിൽ മാറ്റങ്ങൾ വരുന്നു. പക്ഷേ ആരോഗ്യകരവും അനാരോഗ്യകരവുമായ തീരുമാനങ്ങൾ ഇക്കാര്യത്തിൽ മാറ്റമില്ല. അപ്പോൾ എന്താണ് എൻ്റെ ജീവിതത്തിലെ ആരോഗ്യകരമായ തീരുമാനം, അതെങ്ങനെ ആ തീരുമാനം എടുക്കണം, എന്തുകൊണ്ടൊരു തീരുമാനം അനാരോഗ്യകരമാകുന്നു,
അത്തരത്തിലുള്ളൊരു അനലിറ്റിക്കൽ സ്കിൽ, ഒരു വിശകലന ബുദ്ധി കുട്ടിയുടെ മനസ്സിൽ ഉണ്ടാകണം. അതുണ്ടാക്കിയെടുക്കേണ്ടതും പേരൻറ്റിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പോൾ ഇവിടെയും നമ്മൾ ഏത് ബന്ധത്തിലും സൗഹൃദമടക്കം അവിടെയും ഒരു ജനാധിപത്യം വേണം. എന്താണ് ഈ സൗഹൃദത്തിലെ ജനാധിപത്യം? നമുക്കിഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യാൻ ഒരു സുഹൃത്ത് നിർബന്ധിച്ചാൽ എനിക്കിത് താല്പര്യമില്ല, ഞാനിത് ചെയ്യില്ല എന്ന് പറയാനുള്ള അവകാശം, നോ പറയാനുള്ള, അതിനെ നമ്മൾ അസർട്ടീവ്നെസ് അല്ലെങ്കിൽ സ്വഭാവ ദൃഢത എന്ന് ഇംഗ്ലീഷിൽ പറയും. ഇപ്പോൾ സുഹൃത്തായതുകൊണ്ട് സുഹൃത്ത് പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണമെന്നില്ല. ഇപ്പോൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ ഒരു സുഹൃത്ത് നിർബന്ധിക്കുന്നു, എനിക്കിത് താല്പര്യമില്ല, എന്നെ ഇതിനെ വിളിക്കണ്ട എന്ന് സുഹൃത്തിനോട് മുഖത്ത് നോക്കി പറയാൻ പറ്റും. നമുക്ക് പറയണം, അത് എക്സർസൈസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഈ സുഹൃത്ത് എന്നോട് മിണ്ടിയില്ലെങ്കിലും അപ്പം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ സുഹൃത്ത് നമ്മളെ ലഹരി ഉപയോഗിക്കാൻ നിർബന്ധിക്കുന്നു, നമ്മൾ തിരിച്ച് അവനോട് പറയുകയാണ്, ഞാനൊരു ഗ്ലാസ് വെള്ളത്തിൽ കുറച്ച് ചെളി കലക്കി തരികയാണ്, നീ എൻ്റെ സുഹൃത്താണ്, നീ ഇത് കുടിച്ചേ പറ്റൂ എന്ന് പറഞ്ഞാൽ നീ കുടിക്കുമോ? നീ എൻ്റെ യഥാർത്ഥ സുഹൃത്താണെങ്കിൽ എൻ്റെ താല്പര്യങ്ങൾ കൂടെ സംരക്ഷിക്കാനുള്ള ബാധ്യത നിനക്കുണ്ട്. ഞാൻ അനാരോഗ്യകരമാണ് എന്ന് കരുതുന്നൊരു കാര്യം ചെയ്യാൻ എന്നെ നിർബന്ധിക്കാതിരിക്കേണ്ട ഉത്തരവാദിത്വം നിനക്കുണ്ട്. എങ്കിലേ അതിനെ സൗഹൃദം എന്ന് പറയാൻ പറ്റും, ഇല്ലെങ്കിൽ അതിനെ അടിമത്വം എന്നേ പറയാൻ പറ്റും. അപ്പോൾ എന്താണ് അടിമത്വം, എന്താണ് സൗഹൃദം, ആ വ്യത്യാസം നമ്മൾ കൃത്യമായി. പക്ഷെ അവിടെയും ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യാൻ ഒരാൾ നിർബന്ധിച്ച 3 രീതിയിൽ പ്രതികരിക്കും. ഒന്ന് പാസീവ് റെസ്പോൺസ് എന്ന് പറയും, എനിക്ക് വേണ്ട, വളരെ ദുർബലമായ പ്രതിഷേധം, ഒന്നുകൂടെ നിർബന്ധിക്കുമ്പോൾ ഓ. 2 അഗ്രസീവ് റെസ്പോൺസ് എന്ന് പറയും, അതായത് ഉടനെ തന്നെ ചീത്തവിളി, ബഹളം, തെറിവിളി, അടി, ആ സൗഹൃദത്തെ അങ്ങ് നശിപ്പിച്ചിട്ട് പോകുന്നൊരു പരിപാടിയാണ്. ഇത് രണ്ടുമല്ലാതെ മൂന്നാമത്തെ മധ്യപാതയാണ് ഈ അസർട്ടീവ്നെസ്, സ്വഭാവ ദൃഢത. ഈ കാര്യം എനിക്കിഷ്ടമല്ല, ഇതെല്ലാം ചെയ്യാൻ നിർബന്ധിക്കേണ്ട. അങ്ങനെ പറയുമ്പോൾ ഗുണം, നാളെ മറ്റൊരു മേഖലയിൽ നമുക്ക് സഹകരിക്കാനുള്ള സ്പേസ് അവശേഷിപ്പിച്ച് തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ പല കുട്ടികളും ഇപ്പോൾ കോളേജിലേക്ക്, ഹോസ്റ്റലിലേക്കൊക്കെ പോകുമ്പോൾ പറയും, പിയർ പ്രഷർ, സമപ്രായക്കാരുടെ സമ്മർദ്ദം, ഇത് മറികടക്കാൻ വലിയ പ്രയാസമാണ്. കള്ള് കുടിച്ചു പോകും, സിഗരറ്റ് വലിച്ചു പോകും, കഞ്ചാവ് വലിച്ചു പോകും. അപ്പോൾ നമ്മൾ ആദ്യമേ ഫസ്റ്റ് ഡേയിൽ തന്നെ നമ്മളൊരു നിലപാടെടുക്കുകയാണ്, ഇതൊന്നും നമുക്ക് വേണ്ട, നമ്മളിതിനൊന്നുമില്ല. അങ്ങനെ ഒരു നിലപാട് ഫസ്റ്റ് ഡേയിൽ തന്നെ എടുത്താൽ നിങ്ങളെപ്പോലെ തന്നെ, നിങ്ങളായി തന്നെ ഈ സുഹൃത്ത് സംഘം സ്വീകരിക്കും. ഒരു 3 മാസം കഴിയുമ്പോൾ അവർ പറയാം, അവൻ്റെ അടുത്ത് നിർബന്ധിച്ചിട്ടൊന്നും കാര്യമില്ല, അവനെ ഫോഴ്സ് ചെയ്ത് നമുക്കൊന്നും ചെയ്യിക്കാൻ പറ്റില്ല. അവർക്ക് നിങ്ങളോടുള്ള ആദരവ് കൂടുകയുള്ളൂ. നിങ്ങളൊരു നിലപാടുള്ള ഒരാളാണ്, ആ നിലപാട് സമ്മർദ്ദത്തിന് വഴങ്ങി മാറ്റില്ല എന്നൊരു ആദരവ് നിങ്ങളോട് വരികയുള്ളൂ. അത് ലോങ് ടേമിൽ കൂടുതൽ സൗഹൃദങ്ങൾ ഉണ്ടാകാൻ സഹായിക്കുകയുള്ളൂ. പക്ഷേ ആദ്യത്തെ ഒരു മാസം ഫ്ലെക്സിബിളായി ഇതിനെല്ലാം സഹകരിച്ചിട്ട് പെട്ടെന്നൊരു ദിവസം ഇതിൽ നിന്ന് മാറാൻ ശ്രമിക്കുമ്പോഴാണ് കൂടുതൽ പ്രശ്നം ഉണ്ടാകും. നീ മാത്രം അങ്ങനെ പുണ്യവാളനാകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമ്മർദ്ദമായി വരും. അപ്പോൾ ഇതൊക്കെയാണ് ഈ സൗഹൃദത്തിലെ ആരോഗ്യകരമായ അതിർവരങ്ങൾ. ഇതിനെക്കുറിച്ചും കുട്ടികളോട് വളരെ ചെറുപ്പത്തിലേ ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ചിലപ്പോൾ ചില വ്യക്തികളുണ്ടാവും ആത്മാനുരാഗികളായ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റീസ് എന്നൊക്കെ പറയും. അപ്പോൾ അത്തരത്തിലുള്ള സുഹൃത്തുക്കൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് അക്ഷരം പ്രതി അനുസരിച്ചില്ലെങ്കിൽ അവർ പിന്നെ അടുപ്പിക്കില്ല. അത്തരം വ്യക്തികളെ നമുക്ക് വേണ്ട. അത്തരം വ്യക്തികൾ വേണമെന്ന് നമുക്ക് നിർബന്ധമൊന്നുമില്ല. നമ്മളുമായി ഒരു ജനാധിപത്യപരമായൊരു ബന്ധത്തിൽ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ കൂടെ പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സൗഹൃദങ്ങൾ മതിയാവും. അത്തരം സൗഹൃദങ്ങളെ കാലത്തെ അതിജീവിക്കുകയുള്ളൂ എന്നുള്ളതാണ് സത്യം. ഈ ഇടയ്ക്കൊരു വീഡിയോ കണ്ടത് സോഷ്യൽ മീഡിയയിൽ, അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിൻ്റെ കാര്യം എടുക്കുവാണെങ്കിൽ വിദ്യാർത്ഥികൾക്കുള്ളിൽ അടി, ബഹളം, അഭിപ്രായ വ്യത്യാസം, സോഷ്യൽ മീഡിയയിൽ ഒത്തിരി വീഡിയോസ് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ സ്കൂളിലെ ഈ ഒരു കുട്ടികൾക്കുണ്ടാകുന്ന ഈ ഒരു അക്രമവാസന അതെന്തുകൊണ്ടായിരിക്കും? നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം കേരളത്തിൽ കഴിഞ്ഞ അക്കാഡമിക് ഇയർ അവസാനിക്കാറായപ്പോഴാണ് കോഴിക്കോട് ഭാഗത്ത് ഇത്തരത്തിലൊരു അടിയെ തുടർന്നൊരു കുട്ടി കൊല ചെയ്യപ്പെടുന്നൊരവസ്ഥ. നരബലി എന്ന് പറഞ്ഞൊരു സംഗതി കേരളത്തിലാണ്. നമ്മൾ വളരെ വിദ്യാഭ്യാസം ഉള്ള ആളുകളാണെന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം കേസുകളിലൊക്കെ പൊതുവെ ചില മാധ്യമങ്ങളുടെ സ്വാധീനമുണ്ട്. ഇപ്പം ഒരുപക്ഷെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഓൺലൈൻ ഗെയിമുകളുടെ സ്വാധീനം, മൾട്ടി ലെവൽ മീഡിയ ഗെയിംസിൽ ചിലതിലെങ്കിലും അക്രമ സ്വഭാവമുള്ള രംഗങ്ങളുമുണ്ട്. ഒരാളെ വെടിവെക്കുന്നു, ഓടിച്ചിട്ടടിക്കുന്നു, അങ്ങനത്തെ ഫിസിക്കൽ ഫൈറ്റുകൾ, അതും അതിചടുലമായ ദൃശ്യവിന്യാസങ്ങൾ, അവസാന നിമിഷം വരെ നമ്മളെ ത്രില്ലടിപ്പിച്ചിട്ടാണ് അതിൻ്റെ ജയവും തോൽവിയൊക്കെ സംഭവിക്കും. അപ്പോൾ ഇങ്ങനെ ഇതിലോട്ട് അഡിക്റ്റഡായി പോകുന്നൊരു വ്യക്തിക്ക് മറ്റ് സാമൂഹ്യ ബന്ധങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കുക.
അയാളുടെ ജീവിതം ഇത് മാത്രമേ ഉള്ളൂ. അയാൾ ഫുട്ബോൾ കളിക്കാൻ പോകുന്നില്ല, സിനിമയ്ക്ക് പോകുന്നില്ല, പാട്ട് കേൾക്കുന്നില്ല, മറ്റു കൂട്ടുകാരുമായിട്ടൊന്നും സംസാരിക്കുന്നില്ല, കൂട്ടുകാരുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ മനസ്സിലാക്കുന്നില്ല. ഇയാളുടെ ജീവിതം ഇത് മാത്രമാണെങ്കിൽ ഇയാളുടെ ജീവിതത്തിൽ പെട്ടെന്ന് ഒരു പ്രശ്നം വരുന്ന, ഒരു വഴക്ക് വരുമ്പോൾ പുള്ളിയെ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഈ സാധനമാണ്. ഇതിലോട്ട് പോവുക എന്നുള്ള വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു രീതിയാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ അന്ധവിശ്വാസ സ്വഭാവമുള്ള കാര്യങ്ങളിൽ പോലും സമൂഹത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ട് ഇങ്ങനെ ചില കാര്യങ്ങൾ ഇങ്ങനെ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയും മറ്റുമൊക്കെ കണ്ട് ഇത് ശരിയാണെന്ന് വിശ്വസിച്ച് നമുക്ക് നല്ല സൗഹൃദങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ച് അവരോട് ചർച്ച ചെയ്യും. അപ്പോൾ അവർ പറയുന്നത് അസംബന്ധമാണ്, ഇത് വാസ്തവമല്ല, നിങ്ങളിങ്ങനെ ചിന്തിക്കരുത്, നിങ്ങളിങ്ങനെ ചെയ്യരുത്. അത് നമ്മളെ യാഥാർത്ഥ്യബോധത്തിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഈ സോഷ്യൽ ഡിസ്കണക്ഷൻ, സാമൂഹ്യ വിച്ഛേദനം, നമുക്ക് ഈ ഒരു കാര്യത്തിലേക്ക് മാത്രം നമ്മുടെ ജീവിതം ഒതുങ്ങിപ്പോകും. മറ്റാരോഗ്യകരമായ സൗഹൃദങ്ങളില്ല, ഈ വിഷയങ്ങളൊന്നും നമ്മൾ ചർച്ച ചെയ്യുന്നുമില്ല. സ്വാഭാവികമായി ഈ കാണുന്ന കാര്യങ്ങൾ നമ്മളെ വല്ലാതെ അങ്ങ് സ്വാധീനിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ കുട്ടികൾക്ക് പ്രത്യേകിച്ച് സൗഹൃദങ്ങൾ ഉണ്ടാകണം, വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ട സുഹൃത്തുക്കൾ ഉണ്ടാവണം പറയും. സ്കൂളിൽ മാത്രമാകരുത് സുഹൃത്തുക്കൾ, അയൽപക്കത്ത് സുഹൃത്തുക്കൾ വേണം, കളിക്കാൻ പോകുന്ന സ്ഥലത്ത് സുഹൃത്തുക്കൾ വേണം, ബന്ധുക്കളുടെ ഇടയിൽ ചില നല്ല സുഹൃത്തുക്കൾ വേണം. അതുകൊണ്ടുള്ള ഗുണമെന്ന് പറയുന്നത്, ഇപ്പോൾ ഡ്യൂ ടു എനി റീസൺ, എന്തെങ്കിലും കാരണം കൊണ്ട് സ്കൂളിൽ ഉള്ള ഈ സുഹൃത്ത് സംഘം മൊത്തം ഈ ഓൺലൈൻ ഗെയിം അഡിക്റ്റുകളാണെന്ന് വിചാരിച്ചോളുക. അങ്ങനെ ഉണ്ടാവാം അപൂർവമായിട്ട്. അപ്പോൾ അവർ സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും അവരുടെ എൻ്റർടൈൻമെൻറ്റും എല്ലാം ഇത് മാത്രം, മറ്റൊരു കാര്യവും ചർച്ചാ വിഷയമാവുന്നില്ല. നേരത്തെ പറഞ്ഞ അപകടത്തിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം നമ്മൾ വീട്ടിൽ വന്നിട്ട് പുറത്തോട്ടിറങ്ങി ഒന്ന് നടക്കുമ്പോൾ അയൽ വീട്ടിലൊരു കുട്ടിയുണ്ട്, അയാൾ ഫുട്ബോൾ കളിക്കാൻ പോകും, അല്ലെങ്കിൽ നീന്തലിന് പോകും, നമ്മളെ കൊണ്ട് അതിന് വിളിച്ചുകൊണ്ട് പോകും. നമുക്ക് ലോകത്തിൽ വേറെയും സന്തോഷത്തിന് മാർഗങ്ങളുണ്ട് എന്നൊരു ഓപ്ഷൻ കിട്ടുകയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ മറ്റേ സംഗതിയിലേക്ക് അഡിക്റ്റഡ് ആകുന്നത്, അടിമപ്പെടുന്നത് ഒഴിവാകും. അപ്പോൾ ജീവിതത്തിൽ വ്യത്യസ്ത സാഹചര്യങ്ങളുണ്ട്, വ്യത്യസ്ത വ്യക്തികളുണ്ട്, വ്യത്യസ്ത സന്തോഷങ്ങളുണ്ട്, ഇതൊക്കെ മനസ്സിലാവും. അപ്പോൾ ഈ ഓരോ സന്തോഷത്തിനെയും ആരോഗ്യകരമായ രീതിയിൽ അതിർത്തി നിശ്ചയിക്കാനും പരിധി നിശ്ചയിക്കാനും നമ്മളതിലൂടെ പഠിക്കും. മാത്രമല്ല, ക്ലാസ്സിൽ മാത്രമേ സുഹൃത്തുക്കളുള്ളെങ്കിൽ വേറെയും പ്രശ്നമുണ്ട്. അപ്പോൾ ഈ സുഹൃത്തുക്കളുമായി വഴക്കുണ്ടായി, നമ്മൾ ചെയ്യാത്തൊരു കുറ്റത്തിന് ഇവരെല്ലാം കൂടെ നമ്മളെ ഒറ്റപ്പെടുത്തി എന്ന് വിചാരിക്കും. വീട്ടിൽ വന്നിരുന്ന് നമ്മളിരുന്ന് താടിക്ക് കൈ കൊടുത്തിരുന്ന് ആലോചിക്കുക, എന്തുകൊണ്ട് ഇങ്ങനെ പറ്റി. ഇത് നമ്മുടെ കുറ്റമാണെന്ന് തോന്നിയാൽ നമുക്ക് സ്വന്തം ജീവൻ എടുക്കാൻ തോന്നും. ഇത് അവരുടെ കുറ്റമാണെന്ന് തോന്നിയാൽ അവരോട് തീർത്താൽ തീരാത്തൊരു അക്രമം, വൈരാഗ്യം വരും. എന്നാൽ നമ്മൾ വീടിന് പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ നമ്മുടെ അയൽപക്കത്തുള്ളൊരു കുട്ടിയെ കണ്ടു, നമ്മൾ ഈ സ്കൂളിലെ കാര്യങ്ങളൊന്നും അല്ലാതെ മറ്റു ചില കാര്യങ്ങൾ സംസാരിക്കുന്നു, നമുക്ക് മനസ്സിലാവും നമ്മളായി അംഗീകരിക്കുന്ന ആളുകൾ വേറെ ഉണ്ട്, ഈ സ്കൂളിൽ ഉള്ള ആളുകൾ മാത്രമല്ല. അതൊരു ബഫറായിട്ട് പ്രവർത്തിക്കും. അപ്പം മനസ്സ് വിഷമിച്ച് നമ്മൾ കടുത്ത ഒരു വിഷാദത്തിലേക്ക് പോകാതെ നമ്മളെ പിടിച്ചു നിർത്താനും ഇത്തരം സൗഹൃദങ്ങൾ സഹായിക്കുന്നതാണ് സത്യം. അപ്പോൾ നമ്മുടെ വിദ്യാർത്ഥിയുടെ കഴിവും പരിമിതിയും മനസ്സിലാക്കി, അവനൊരു പ്രത്യേക രീതിയിൽ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവൻ ഏത് രീതിയിൽ പഠിക്കുന്നതായിരിക്കും അഭികാമ്യമെന്ന് മനസ്സിലാക്കി സഞ്ചരിക്കാൻ ഉള്ള ഒരു മനോഭാവം അധ്യാപകർ കാണിക്കണം. വിദ്യാർത്ഥികളുടെ ഭാഗത്തൊന്നും ചില മാറ്റങ്ങൾ വേണം. അപ്പോൾ വിദ്യാർത്ഥികൾ അധ്യാപകരെ പരിഹാസത്തോടെ കാണുന്നു, അങ്ങനത്തെ ആരോപണം അധ്യാപകർക്കുണ്ട്. കാരണം ഇന്നിപ്പോൾ അറിവെന്ന് പറയുന്നത്, 30 കൊല്ലത്തിന് മുമ്പ് അധ്യാപകനായിരുന്നു അറിവിൻ്റെ ഏക സ്രോതസ്. അപ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ അധ്യാപകരെ പഠിപ്പിക്കുന്നതായിരുന്നു അറിവ്. അല്ലെങ്കിൽ ഇന്ന പുസ്തകം സ്കൂളിലെ വായനശാലയിൽ പോയി വായിക്കാൻ അവർ പറയുന്നു, അവർ ചൂണ്ടിക്കാണിക്കുന്നതായിരുന്നു അറിവ്. പിന്നെ പുറത്തുള്ള അറിവൊക്കെ പരിമിതമായിരുന്നു, പത്രമൊക്കെ വായിച്ചാൽ പോലും പരിമിതമായിരുന്നു. ഇന്ന് അറിവ് ആരുടെയും കുത്തകയാണ്, ഒത്തിരി സോഴ്സസ് ഉണ്ട്. അതെ, അത് അറിവ് വിജ്ഞാനം ജനാധിപത്യവൽക്കരിക്കപ്പെട്ടു. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു അറിവിൻ്റെ സ്രോതസ് എന്നുള്ള നിലയിൽ അധ്യാപകനെ അങ്ങനെ ബഹുമാനിക്കേണ്ട കാര്യമൊന്നുമില്ലെന്നൊരു ചിന്താഗതി, അതും ചെറിയ തോതിൽ ഇപ്പം ഏതെങ്കിലും ചില വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് അധ്യാപകരോടുണ്ടാകുന്നൊരു അവഹേളനാപരമായ ഒരു മനോഭാവം അതങ്ങ് സാമാന്യവൽക്കരിച്ച് ഈ തലമുറ വിദ്യാർത്ഥികൾ മൊത്തം പ്രശ്നമാണ് എന്ന് അധ്യാപകർ ചിന്തിക്കുന്നതും ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ രണ്ട് വിഭാഗത്തിൻ്റെയും ഭാഗത്തു നിന്ന് മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. അപ്പം അത്തരത്തിലുള്ളൊരു പോസിറ്റീവായൊരു മാറ്റം വീണ്ടും ഒരു നല്ല അധ്യാപക വിദ്യാർത്ഥി ബന്ധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒത്തിരി അറിവുകൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവച്ച സാറിന് ഒത്തിരി നന്ദി. നമസ്കാരം.